അത് ഞാൻ പറഞ്ഞ ആ ഒരു ധൈര്യത്തിലാണോ? ഒറ്റയ്ക്കാണല്ലോ, വീട്ടുകാരടുത്ത് പറഞ്ഞു, അമ്മ ആദ്യം കൊണ്ടുവിടുന്നു. ഒറ്റയ്ക്കാണല്ലോ ഫീൽഡിൽ നിൽക്കുകയും ആ വർക്കിംഗ് ടൈമിലെല്ലാം പിന്നെ ആ സമയത്ത് ആ ഒരു കോൺഫിഡൻറ്റ് കിട്ടി ഞങ്ങളുമായിട്ട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണോ? നമുക്കൊരു ഇതുണ്ടാവണം, ഒരു കംഫർട്ട് സോൺ ഉണ്ടാവണം. നമുക്ക് ആ ഒരു ക്രൂ ഇപ്പം അതേ ഇപ്പം ഈ ഒരു ഫീൽഡിൽ നിന്നല്ല, എവിടെയാണെങ്കിലും നമ്മളിപ്പോൾ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുവാണെങ്കിലും നമ്മുടെ കൂടെയുള്ള ആൾക്കാരുടെ അറ്റ്മോസ്ഫിയർ കംഫർട്ടബിൾ ആണെങ്കിലല്ലേ നമുക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇവിടെയുള്ളവരും അത്യാവശ്യം നല്ല മനുഷ്യരായിരുന്നു, നല്ല കംഫർട്ടബിൾ ആയിരുന്നു. അതെ, ഒന്നാമത്തെ കാര്യം സെയിം ഏജ് ആൾക്കാരായിരുന്നു, അപ്പോൾ കണക്ട് ചെയ്യാനും ഒക്കെ ഒരു പാടുണ്ടായിരുന്നില്ല. പിന്നെ കൊറോണ ടൈം ആയിരുന്നു, അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കെയർ ചെയ്ത്, ഒരാൾക്ക് പനി വരാതെയാണ് എല്ലാവരും ഇത് ആക്ച്വലി ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്തപ്പം ആദ്യം ഒരു പ്രാവശ്യം പടം ജസ്റ്റ് ഒന്ന് നിന്ന് പോയായിരുന്നു. അപ്പം അത് കഴിഞ്ഞേച്ച് എന്താണ് ഇപ്പം സാറിന് മനസ്സിൽ തോന്നിയത്? ഇനി ഇത് നടക്കുമോ, അത് ഇനി ഇതിൻ്റെ അവസ്ഥ എന്താ, ഇനി ഷൂട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ, അങ്ങനത്തെ ഒരു വിധത്തിൽ തോന്നിയായിരുന്നു? എന്നെ സംബന്ധിച്ച് എൻ്റെ ആഗ്രഹപ്രദം എൻ്റെ നാട്ടിൽ വെച്ചുചിറയിൽ അവിടെ ഒരു ഹിൽ പ്ലേസിൽ നമ്മൾ ഫസ്റ്റ് ദിവസം ഷൂട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഇവിടെയാണ് ഷെഡ്യൂൾ. ഇപ്പം ക്യാമറ അസോസിയേറ്റിന് കൊറോണ പിടിക്കുന്നു, പിന്നെ എല്ലാവരും ക്വാറൻറ്റൈൻ ആകുന്നു. തലേദിവസം വന്ന കോസ്റ്റ്യൂം ഡിസൈനർ ദീപുവിനാണെങ്കിൽ പോലും കൊറോണ ആയി. അപ്പോൾ മൊത്തം ക്രൂവിനില്ല, അപ്പോൾ താഴെ ക്വാറൻറ്റൈനിലാക്കുന്നു ആശുപത്രി. അസിസ്റ്റൻറ്റ് രാഹുലിനൊക്കെയാണ് ഭയങ്കര സീരിയസ് ആയിട്ട്. സിറ്റുവേഷനെ സംബന്ധിച്ച് എന്നെ ഭയങ്കര റിസ്ക്. പോലീസ് വിളിച്ചു, പ്രശാന്ത് എങ്ങനെയാണ് കാര്യങ്ങൾ, എങ്ങനെയാണ്? ഞാൻ സാറ് ഷൂട്ട് മാറ്റി വെക്കണം, കൊറോണ എടുത്ത് ആർക്കും ഇത് ചെയ്യാൻ പറ്റില്ല. കാരണം അവർ വലിക്കുന്നത് നമ്മളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ വീട് ഞാൻ കുറച്ച് പേര് ഞങ്ങൾ മേളിലായിരുന്നു, താഴെ 2 ഫ്ലാറ്റായിട്ടാണല്ലോ നമ്മൾ ഇത് ചെയ്തത്. അപ്പോൾ ഞാൻ ലിമലിൽ കൊറോണ വന്നായിരുന്നു നടനെ. ലിമലിൽ കൊറോണ വന്നപ്പോഴത്തേന് ലിമലിനോട് ഞാൻ ഒരു കാര്യം പറഞ്ഞു, ലിമലെ ഇപ്പോൾ ഒരു സ്റ്റേജ് ആദ്യത്തെ സെക്ഷൻ കൊറോണ വന്നു, അടുത്ത മിക്കവാറും എനിക്ക് വരാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും സാറിനോട് ഞാൻ ടൈം പറഞ്ഞിട്ടുണ്ട്, ഇന്ന സമയത്ത് ഷൂട്ട് ചെയ്യണം, തുടങ്ങണം, ഞാൻ ബാക്കി കാര്യം ഞാൻ ക്രമീകരിച്ചോളാം, നിങ്ങൾ സാധനം പൂർത്തീകരിക്കണം. ഇപ്പോൾ എനിക്ക് എന്നാ വന്നെന്ന് പറഞ്ഞാൽ, എന്നാ സംഭവിച്ചെന്ന് പറഞ്ഞാൽ സിനിമ ഇറങ്ങണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ക്രൂവിനോടാണെപ്പോലും ഞാൻ ആ രീതിയിലാണ് സംസാരിച്ചത്. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായി, കാരണം ഇത്രയും പേരുടെ ജീവിതമാണ്. അന്നത്തെ സിറ്റുവേഷൻ ഭയങ്കരമായിരുന്നു. കൊറോണ വന്നാൽ മരിക്കുമോ ജീവിക്കുമോ എന്നുള്ള ഒരു ഇതാണ്. ആ സമയത്ത് അത് സിനിമ ചെയ്തതുപോലും ആ ഒരു സിറ്റുവേഷനില്ല. നമ്മൾ റിസ്ക് എടുത്തത് മണ്ടത്തരമായി പോയോ എന്നുള്ള ജനം പഠിക്കും ആ സമയത്ത്. അങ്ങനെയൊക്കെ കുറേ ഇതുണ്ടായിരുന്നു. പക്ഷേ അതിലൊക്കെ ഒരു അന്ന് നമ്മൾ എന്ത് പ്രതിസന്ധി നേരിട്ടോ അതേ അവസ്ഥ തന്നെ മലയാള സിനിമ ഇപ്പം നിൽക്കുന്നത്. ആ ഒരു ഇതാണ്. പക്ഷേ നമ്മൾക്ക് ഒരു ഭാഗ്യം എവിടേക്കോ ഉണ്ട്, അതുകൊണ്ടാണ്. പക്ഷേ ആ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ കട്ടയ്ക്ക് ടീം, ആക്ടേഴ്സ് സൈഡിൽ ക്രൂവ്, പ്രൊഡ്യൂസർ എല്ലാം കട്ടയ്ക്ക് നിന്നു നമ്മുടെ ഒപ്പം തന്നെ, നമ്മുടെ സ്വപ്നം സാധിക്കാൻ വേണ്ടി തന്നെ. അതിലൊരു ഇപ്പോഴാണ് അത് ഓർക്കുമ്പോൾ ഒരു ഇത്. സെറ്റിൽ വന്നപ്പോൾ ചിലപ്പോൾ ഫോണെടുത്ത് ചില ആംഗിൾ പിടിച്ച് നോക്കുന്നത് ഫേസ് നോക്കുന്നതാണോ, ഞാൻ ഓക്കെ ആണോ, കണ്ണാടിക്ക് പകരം യൂസ് ചെയ്യുന്നതാണോ, സെൽഫി എടുക്കുന്നതാണോ, പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ സെൽഫി എടുക്കുന്നതായിരിക്കും, ഫോട്ടോ സൗന്ദര്യത്തെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കുന്നത്. അപ്പോൾ അതുപോലെയാണോ, അതാണോ ഉദ്ദേശിക്കുന്നത്, ഇതിലേതാണ്? അതോ ജസ്റ്റ് കണ്ണാടി നോക്കാൻ വേണ്ടി, അതായത് എൻ്റെ ലുക്ക് കണ്ടിന്യൂറ്റി നോക്കുന്നതാണോ, അതോ? ഞാനത് ഫോണെടുത്ത് നോക്കിയത് ഒന്ന് കണ്ടിന്യൂറ്റി, ഹെയറിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ, പിന്നെ ഫേസ് കറക്റ്റായിട്ടാണോ ഇരിക്കുന്നത്, മുമ്പത്തെ ഷോട്ടിൽ നിന്ന് ഈ ഷോട്ടിലേക്ക് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ, അങ്ങനെ രീതിയിൽ ഞാൻ നോക്കുന്നത്. വഴക്ക് കേൾക്കുമെന്നുള്ള പേടി ഉണ്ടോ ഉള്ളിൽ? എന്ത് ഡയറക്ടറിന്റെ കയ്യിൽ നിന്ന്? അല്ല, ടീം ഇങ്ങനെ, അതായത് ഡയറക്ടർ ആയിക്കോട്ടെ അല്ലെ ടീം ആയിക്കോട്ടെ, അങ്ങനെ ഞാൻ എന്തോ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടോ? ഇതെന്റെ ഒരു ഫസ്റ്റ് പടമാണ്, അപ്പൊ എനിക്കൊരു മൈന്യൂട്ട് മിസ്റ്റേക്ക് വരണ്ട അതിൻ്റെ അകത്ത്. എൻ്റെ ഭാഗത്തുനിന്ന് ഒരു കംപ്ലൈൻറ്റോ അല്ലെങ്കിൽ ഒരു കുറവോ എൻ്റെ ആക്ടിങ്ങിന്റെ പേരിലായാലും എന്തിന്റെ പേരിലാണെങ്കിലും ഒരു കുറവ് ഉണ്ടാവാതിരിക്കുന്നത് എൻ്റെ 100% കൊടുക്കുക ആ ക്യാരക്ടറിൽ. അതിനുവേണ്ടിയാണ് ഞാൻ അതങ്ങനെ ചെയ്തത്. അപ്പം ഞാൻ ഓർത്തത് സെൽഫി ആയിരിക്കും. അപ്പം നമ്മളെ ഒരു സെൽഫ് ലവ്, അത് നമ്മുടെ സബ്ജക്റ്റിലും അങ്ങനെ തന്നെ നിൽക്കുന്ന ഒരാളുടെയാണ് നമ്മൾ പൂട്ടിയിടുന്നത്, ഒരാൾ ആണ്. അതുകൊണ്ട് ഞാൻ ചോദിച്ചാ, എനിക്ക് സെൽഫ് ലവ് എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് വേണം. നമ്മളെ സ്വയം ഇഷ്ടപ്പെട്ടാലേ, നമ്മൾ സ്നേഹിച്ചാലേ നമുക്ക് മറ്റുള്ള നമ്മളെ ചുറ്റും കാണുന്ന ഓരോ കാര്യത്തിലും നമുക്ക് ഇഷ്ടപ്പെടാനും അതിൽ നമുക്കൊരു ഭംഗി കാണാൻ പറ്റുള്ളൂ. നമുക്ക് ഫസ്റ്റ്, എന്നെ സംബന്ധിച്ചോളം എനിക്ക് തോന്നിയത് നമുക്ക് നമ്മളോടൊരു ഇഷ്ടം ഉണ്ടാവണം, എന്നാലേ നമുക്ക് മറ്റുള്ളവരോടൊരു ഇഷ്ടം ഉണ്ടാകും. ഞാൻ ശരിക്കും സെൽഫ് ലവിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ്. ഞാൻ എപ്പോഴും എനിക്കായിട്ട് സ്വയം സമയം കണ്ടെത്താറുണ്ട്, തന്നെ ഇരിക്കാറുണ്ട്, സ്വയം അനലൈസ് ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്ത് സെൽഫായിട്ട് ഇമ്പ്രൂവ് ചെയ്ത് പോകുന്ന ഒരാളാണ്.
പിന്നെ ഇതിനകത്ത് ചോദിക്കും, നമ്മൾ ഇതിനകത്ത് ടീച്ചർ ഇറങ്ങി കണ്ടില്ലേ, തെറിയൊക്കെ വന്നില്ലേ, അപ്പോൾ ആൾക്കാർ ചോദിച്ചു ഇന്ന പടത്തിൽ ചെയ്തുകൊണ്ട് അങ്ങനെ വല്ല ഇതുണ്ടോ, നെഗറ്റീവ് ഇതുണ്ടോ? അങ്ങനെ ആരും ചോദിച്ചില്ല. ബട്ട് ഞാൻ ഇപ്പം അത് കഴിഞ്ഞ് ഞാൻ നെയ്മർ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഇതിൻ്റെ ടീച്ചർ ഇറങ്ങുന്നത്. ആ സമയത്ത് ഞാൻ അവിടെ ആരോ കാണിച്ചപ്പോഴത്തേക്കും ഇത് തെറിയൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം അത് ആ കണ്ടന്റാണ്, അതിൻ്റെ ഭാഗമാണ് ആക്ച്വലി. അത് നമുക്ക് കളയാൻ പറ്റില്ല. ഇതിനകത്ത് തെറി ഇപ്പം ഞാനല്ല തെറി പറയുന്നെങ്കിലും ആ പടത്തിന് അത് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. അത് കളഞ്ഞു കഴിഞ്ഞാൽ പടത്തിൻ്റെ ഒരു എസൻസ് നഷ്ടപ്പെടുവാണ്. ഇപ്പോൾ ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കേസ്, ഇപ്പോൾ വാർത്ത ഇറങ്ങുന്നു. ഇന്ന് രാവിലെ ഞാൻ ഈ പ്രോഗ്രാം ഇറങ്ങിയപ്പോൾ ഞാൻ അനുഭവിച്ചൊരു സാധനമുണ്ട്. അതായത് ഒരു വീട്ടമ്മ, എൻ്റെ നാട്ടിലൊരു വീട്ടമ്മ ഇങ്ങനെ കമൻറ്റ് ഇട്ടേക്കുന്നത്. അങ്ങനെ എനിക്കത് കാണാൻ, നമ്മുടെ ഫ്രണ്ട്സ് ഇടുന്നത് കാണാൻ പറ്റില്ല. ഫേസ്ബുക്കിൽ ആ ചാനലിൻ്റെ അടിയിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, സാറേ ഇത് ചാനലുകൾക്ക് വേണ്ടി പ്രത്യേകിച്ചൊരു സെക്ഷൻ മാറ്റി വെക്കണം, ഇത് കുട്ടികളൊക്കെ ഉണ്ട് വീട്ടിൽ. ഇപ്പോൾ റീസ ഇപ്പോൾ പ്രോജക്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കും, നമ്മുടെ പ്രോജക്റ്റ് ചെയ്തു, വീട്ടിൽ നിന്ന് അങ്ങനെ വല്ല ഒരു പ്രശ്നങ്ങൾ, അതായത് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടോ, അല്ലെങ്കിൽ അവരുടെ സൈഡിൽ നിന്ന് അതാ ഒരു നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് അല്ല, അല്ലെങ്കിൽ എടാ മോളെ ശ്രദ്ധിക്കണോ, അല്ലെങ്കിൽ വീട്ടുകാരൊരു ആശങ്ക, ആരെങ്കിലും സംശയമായിട്ട് പറയുന്നു, അല്ലെങ്കിൽ റിലേറ്റീവ് ആയിക്കോട്ടെ ആരെങ്കിലും ഒരു സംശയമായിട്ട് വരും. ഇപ്പോൾ എന്നോടൊക്കെ സ്ഥിരമായിട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുക. അതൊക്കെ ഭയങ്കര നമ്മൾ വേറൊരു മാനസികാവസ്ഥയിലാണ്. എന്നോട് ഇതുവരെ എൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ ഇങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായപ്പോഴത്തേക്കും ഇതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും അവർക്ക് എന്നെ അറിയാം. ഇപ്പം ഞാൻ പോകുന്ന പ്രോജക്ട്സ് കൃത്യമായിട്ട് എൻ്റെ വീട്ടിലുള്ളവർക്ക് അറിയാം എന്താണെന്നുള്ളത്, ഞാൻ എന്താ ചെയ്യുന്നത് എന്നുള്ളത് അറിയാം. അതുകൊണ്ട് എന്നെ ഓർത്തിട്ട് ഒരു പേടിയുണ്ടെന്ന് ആക്ച്വലി എനിക്ക് തോന്നുന്നില്ല. അവർക്ക് എന്നിലൊരു വിശ്വാസമുണ്ട്, പിന്നെ ഞാൻ ചെയ്യുന്ന കാര്യത്തിലും ഒരു വിശ്വാസമുണ്ട്. അതുകൊണ്ടായിരിക്കാം അങ്ങനത്തെ ടെൻഷൻസ് ഒന്നും എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. സ്വയം ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഇതിങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായപ്പോഴത്തേക്കും സ്വയം ഓർത്തിട്ടുണ്ടെന്നല്ലാതെ പുറത്തുനിന്ന് ഒരു പ്രഷർ എനിക്ക് അതിലുണ്ടായില്ല. പ്രത്യേകിച്ച് മോട്ടിവേഷൻ നമ്മൾ ആ പ്രതിസന്ധിയായിട്ട് നമ്മൾ പടം ചെയ്തത്, നമ്മൾ ആ ഒരു ടീം ബെൽറ്റിലാണ് നമ്മൾ ചെയ്തത്. അപ്പം ബുദ്ധിമുട്ടായ സമയത്താണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അത് ആ ക്രൂവിൽ വർക്ക് ചെയ്ത് എല്ലാവർക്കും ആ ഒരു ധൈര്യം കിട്ടുന്നുണ്ട്. ഇൻഡസ്ട്രിയിൽ എന്നാ പ്രശ്നം ഉണ്ടായാലും മുമ്പോട്ട് പോകാനുള്ള ചലഞ്ച് നമുക്കുണ്ട് അല്ലേ. നമുക്ക് സെൽഫ് ലവിനെ പറ്റി പറഞ്ഞല്ലോ അറിസ. അപ്പം ഇത് ഏറ്റവും കൂടുതൽ ടൈം അതിനു വേണ്ടി ആണോ സ്പെൻഡ് ചെയ്യുന്നത്, അതോ? ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ സെൽഫ് ലവ് എന്ന് പറയുന്നത് ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സീരീസോ ഒരു സിനിമയോ കാണുക, അല്ലെങ്കിൽ എനിക്കിഷ്ടപ്പെട്ട ബുക്ക് വായിക്കുക, സ്വയം കെയർ, ഞാൻ എനിക്കായിട്ട് കുറച്ച് ടൈം കൊടുക്കുക എന്നുള്ള രീതിയിൽ. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ബുക്ക് വായിക്കുക, അല്ലെങ്കിൽ സീരീസ്, സിനിമ, ഇങ്ങനത്തെ സാധനങ്ങൾ കണ്ടുകൊണ്ടാണ് ഞാനിരിക്കുന്നത്. അതുപോലെ സാറിൻ്റെ സെൽഫ് ലവ് എന്താണ്? എനിക്ക് ആഗ്രഹങ്ങളുണ്ട്. എൻ്റെ ആഗ്രഹം ഒന്നാണ് സിനിമ, അത് ഏകദേശം നമ്മൾ സാധിച്ചു. ഇനി അടുത്ത് സമയം കണ്ടെത്തി ബുക്കുകൾ ഒരുപാട് വായിച്ച് തീർക്കാനുണ്ട്. ഞാൻ ആഗ്രഹിച്ച ചില ബുക്കുകൾ വാങ്ങിച്ച് കളക്ട് ചെയ്ത് വെക്കും, പിന്നെ അത് ടൈം അനുസരിച്ചാണ് വായിക്കാറ്. അങ്ങനെ ആരാച്ചാർ പൂർത്തീകരിച്ചങ്ങനെയാണ് ഞാൻ ഈ ഒരു കൂണിലേക്ക്, നമ്മുടെ ഈ പ്രോജക്റ്റിലേക്ക് വരാൻ സാധ്യത. വെച്ചാൽ നമ്മുടെ ഹൈവേ പ്രോജക്റ്റ് കണ്ടപ്പോൾ എനിക്ക് അതുപോലെ ഇത് ഇൻസ്പയർ ചെയ്യണം എന്നൊരാഗ്രഹം. അപ്പോൾ ആരാച്ചാറിൽ ഇതുണ്ട്, അവളെ വേദനിപ്പിച്ച പുരുഷനെയും സ്നേഹിക്കാൻ കഴിയും ഒരു സ്ത്രീക്ക് പറ്റുമെന്നുള്ള ഒരു തോട്ടുണ്ട്. അത് ബുക്ക് വായിച്ചപ്പോഴാണ്. ബുക്ക് വായിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, പക്ഷേ സമയം കിട്ടുന്നില്ല, അതൊന്ന്. പിന്നെ എനിക്ക് പൊതുവേ സമയം തികയുന്നില്ല എന്നത്തെ കാര്യം. പിന്നെ ഇപ്പോൾ പ്രോജക്റ്റുകൾ നമ്മൾ അടുത്തത് എന്താണ് ചെയ്യേണ്ടത്, ഈ മാർക്കറ്റ് എങ്ങനെ, ഈ പറഞ്ഞില്ലേ മുമ്പ് ചോദിച്ചില്ലേ എന്നോട്, മാർക്കറ്റ് എങ്ങനെയാണ് കീഴ്പ്പെടുത്താൻ പറ്റുന്നത്, അല്ലെങ്കിൽ മാർക്കറ്റിൽ എങ്ങനെ നിലയുറപ്പിച്ച് നിൽക്കാൻ പറ്റും, അതിനുവേണ്ടി എന്താണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഗവേഷണസ് നടത്താറുണ്ട്. പിന്നെ ഇൻസ്റ്റയിൽ എപ്പോഴും ഇങ്ങനെ, ഇൻസ്റ്റയിലോ അല്ല സോഷ്യൽ മീഡിയയിലോ എപ്പോഴും പുതിയ ക്യാരക്ടേഴ്സിനെ ഇങ്ങനെ നോക്കും, അവരുടെ സ്കില്ലുകൾ അതൊക്കെ വാച്ച് ചെയ്യും, അങ്ങനെയാണെന്നുള്ളത് അവർക്ക് നോട്ട് ചെയ്ത് വെക്കും. എന്നിട്ട് ഏതെങ്കിലും പ്രോജക്റ്റിൽ ഏതെങ്കിലും തലത്തിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന ഉണ്ടെങ്കിൽ കൊടുക്കാമെന്നുള്ളത്. അത് നമ്മൾ തന്നെ കണ്ടെത്തണം, അല്ലാതെ നമ്മൾ ഒരു ചെയ്യുന്നത്. ആഗ്രഹം കൂടുതലും ബുക്ക് വായിക്കാൻ ആഗ്രഹം, പക്ഷേ സമയം അതാണൊരു ബുദ്ധിമുട്ട്. പിന്നെ ഓഡിയബിളായിട്ടൊക്കെ കേൾക്കാമല്ലോ ബുക്ക്, പക്ഷേ അതിനുള്ള സമയമൊന്നും. പാട്ടൊക്കെ പണ്ടൊക്കെ ഇഷ്ടമായിരുന്നു, പക്ഷേ പാട്ടിപ്പം കേൾക്കാൻ സമയം കിട്ടുന്നില്ല. പ്രത്യേകിച്ച് സിനിമ ഒരാഗ്രഹം. അത് എൻ്റെ വീട്ടിൽ ടി വി ഇല്ലായിരുന്നു, എൻ്റെ +2 പഠിക്കുന്ന സമയത്ത് ടി വി. അപ്പം അയൽവക്കത്തെ വീട്ടിലാണ് ടി വി കാണാൻ പോകുന്നത്, ഞാനും ബ്രദറും ഒക്കെ. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ കഥകൾ പറയാനുണ്ട്, പക്ഷേ എന്നെ സംബന്ധിച്ച് അങ്ങനല്ല. എൻ്റെ അന്ന് സിനിമ കൗതുകമായിരുന്നു. എന്നിട്ട് ടി വി ഇടയ്ക്ക് കേടായി പോയപ്പോഴത്തേന് ശബ്ദരേഖ കേൾക്കേണ്ട ഒരു അവസ്ഥ വന്നു. വെട്ടമൊക്കെ ശബ്ദരേഖ ഒത്തിരി കേട്ടിട്ടുണ്ട്, ചന്ദ്രോത്സവം അതൊക്കെ ശബ്ദരേഖ ഒരുപാട് കേട്ടിട്ടുണ്ട്. അങ്ങനെ ആ ബ്രദർ സൗണ്ട് ഇതിലേക്കൊക്കെ ഇറങ്ങി, സിനിമ ഇൻഡസ്ട്രിയിലുണ്ടല്ലോ. അപ്പോൾ അതൊരു സിനിമ എന്നും കൗതുകം തന്നെയാണ്. അപ്പം
സിനിമയിലൂടെയാണ് ഇനിയിപ്പം ഞാൻ പൊളിറ്റിക്സിൽ നിന്ന് മാറി സിനിമയിലൂടെ പൊളിറ്റിക്സ് അവതരിപ്പിക്കാൻ പറ്റും, സിനിമയിലൂടെ നമ്മൾ പല കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ ആദ്യം നമുക്കൊരു സ്പേസ് വേണം, അതിനു വേണ്ടിയാണ് ഈ ഒരു സബ്ജക്റ്റ് എടുത്തത്. നമ്മുടെ അന്ന് ഞാൻ ഫിലിമിലെ കാസ്റ്റിങ്ങിന് സമയത്ത് ഞാൻ ചോദിച്ചില്ലായിരുന്നു കുറേ നിങ്ങളുടെ ക്യാരക്ടർ സ്റ്റഡി. അപ്പം സൈക്കോളജി പഠിക്കാറുണ്ട്, സ്ത്രീകളെ പറ്റി അല്ലെങ്കിൽ പുരുഷന്മാരെ പറ്റി സൈക്കോളജി ബുക്സൊക്കെ വായിക്കാറുണ്ടെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ എങ്ങനെയാണ് ഒരു അത് എന്തുകൊണ്ടാണ് മറ്റുള്ളവരെ പെട്ടെന്ന് ഇൻഡസ്ട്രിയിലേക്ക് വരുന്നതുകൊണ്ട് മറ്റുള്ളവരെ പറ്റി പഠിക്കാനാണോ അതോ? അതിനോ എനിക്ക് അങ്ങനെ ഒരാളെ ഒരു ഇൻഡസ്ട്രീനെ ഓർത്തിട്ടൊന്നുമല്ല. എനിക്ക് സൈക്കോളജി ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ്, അങ്ങനെ കുറേ മൈൻഡ്സ് ഉണ്ട്. അപ്പോൾ അതിനെ പറ്റിയൊക്കെ ഒരു കൗതുകം തോന്നി ആക്ച്വലി അത് ഫസ്റ്റ് അറിഞ്ഞപ്പോഴത്തേക്കും. അപ്പോൾ കൂടുതൽ അതിനെപ്പറ്റി അറിയാനൊരു താല്പര്യം തോന്നിയിട്ട് കുറച്ച് സൈക്കോളജി ബുക്സൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് സൈക്കോളജിയോടൊരു ഇഷ്ടം. അല്ലാണ്ട് ഭയങ്കര വേറൊരു ഇതിനു വേണ്ടിയൊന്നുമല്ല. മനുഷ്യരെ പഠിക്കാനൊന്നും സത്യമായിട്ടും അങ്ങനെ പറ്റുമൊന്നുമില്ല. ഞാൻ അങ്ങനത്തെ അല്ല പഠിക്കുന്നത്. ഞാൻ നമ്മുടെ മൈൻഡ് വേറെ ഓവർ തിങ്കിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒന്ന് ശാന്തമായി പോകാൻ എന്താണ്, അങ്ങനെ ഒരു രീതിക്ക് നമ്മളെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയൊക്കെയാണ് ഞാൻ സൈക്കോളജി ബുക്സ് വായിക്കാറ്. സാർ എൻ്റെ ഒറിജിനൽ ക്യാരക്ടറും ഈ ഫിലിമിലെ ക്യാരക്ടറും തമ്മിൽ, ജിയ എന്ന് പറയുന്ന ക്യാരക്ടറും തമ്മിൽ എന്തെങ്കിലും സിമിലാരിറ്റിയോ റിലേറ്റബിൾ ആയിട്ട് എന്തെങ്കിലും കണ്ടായിരുന്നോ? അതായത് നമ്മളൊരു കൂട്ടുകാരി എന്ന ഇപ്പം എനിക്ക് ഇപ്പം മെലിസ പറഞ്ഞ ഒരു പോയിൻ്റാണ് ഒരു കൂട്ടുകാരിക്ക് കെയർ ചെയ്യാൻ. ഞാൻ കൂടെ ഒരു ഓഡീഷന് പങ്കെടുത്തൊരു കുട്ടിയുടെ കാര്യം എന്നോട് പറഞ്ഞു. ആ കുട്ടിക്ക് ഒരു അവസരം ഉണ്ടോ ഇതിനകത്തുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു കെയറിങ് വേറൊരാൾ തൻ്റെ കൂടെ നിൽക്കുന്ന ഒരാൾ കൂടെ കെയറിങ് കൊടുക്കണം. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ക്യാരക്ടർ ഇന്നാക്ക് കൊടുക്കാം. മെറിസ ഉദ്ദേശിച്ച വേറെ പോലീസ് റോളായിരുന്നു. അത് ഞാൻ മാറ്റിയിട്ട് ആ ഒരു സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് മനസ്സിലായ ഈ മെയിൻ ക്യാരക്ടർ അപർണയുടെ ഫ്രണ്ട് അതിൽ ഒരു മെയിൻ ക്യൂ ആണ് അടുത്ത പ്രോജക്റ്റിൽ. അപ്പോൾ ആ ഒരു ക്യാരക്ടർ ചെയ്യാൻ സുരക്ഷിതമാണ്. കാരണം ഒരാളെ എങ്ങനെയാണ് ഒരു കൂടെ നിൽക്കുന്ന ഒരാളെ എങ്ങനെയാണ് പിക്കപ്പ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയില്ലല്ലോ ആൾക്ക് കിട്ടട്ടെ എന്നുള്ള ഒരു സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നി. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളുടെ റിയൽ ലൈഫുമായി ബന്ധപ്പെട്ട് എനിക്കിനകത്ത് ക്യാരക്ടറിനെ ചേഞ്ച് അത് ഞാൻ അല്ല അതാണ് എനിക്ക് തോന്നിയൊരു പോയിന്റ്. അതങ്ങനെ അല്ല, ഓപ്പണായിട്ടാണല്ലോ അന്ന് സംസാരിച്ചത്. അപ്പോൾ അപ്പം നമുക്ക് മനസ്സിലായി അതിനകത്തൊരു സാറിന് അങ്ങനെ ഒരു പിള്ളേർ അല്ലെ എനിക്ക് വേണം, അല്ലെ സെൽഫ് ലവ് എന്ന് പറഞ്ഞത് എനിക്ക് അവസരം കിട്ടണം, അല്ലെങ്കിൽ വേറെ ആൾക്ക് വേണ്ടി നമുക്ക് വേണം എന്നോർത്ത് മറ്റുള്ളവർക്ക് നമ്മൾ ഒരിക്കലും ഡിനൈ ചെയ്യാൻ പാടില്ല. അവർക്ക് കിട്ടണ്ടാണ് അവർക്ക് കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഒരു പക്ഷേ കുഴപ്പമില്ല, ആ ക്യാരക്ടർ സേഫ് ആണ് എന്ന്. അപ്പോൾ അത് വെച്ച് എനിക്ക് മോൾഡ് ചെയ്യാൻ പറ്റും എന്നോർത്തുകൊണ്ടാണ് ഞാനത് ചെയ്തത്. ഫ്രണ്ടാണ് മറ്റേ മോട്ടിവേറ്റ് ചെയ്യുന്ന ക്യാരക്ടറാണല്ലോ ഇതിനകത്ത്. അപ്പം ആൾ തകരുമ്പോൾ സമയത്ത് അപ്പം തനിക്ക് അങ്ങനെ ഒരു കെയർ ചെയ്യുന്ന പുരുഷനായാലും സ്ത്രീ ആയാലും ഒരു സുഹൃത്തുണ്ടോ? അത് ആ രീതിയിൽ തങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന? എനിക്ക് ജീവിതത്തിൽ എൻ്റെ പേരൻസ്, എൻ്റെ ഫാമിലി എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ്. ഏത് സാഹചര്യത്തിൽ വീണാലും അവർ കൂടെ കൈപിടിച്ച് നിന്നിട്ടുണ്ട്. പിന്നെ ഭയങ്കര വലിയ സർക്കിൾ ഓഫ് ഫ്രണ്ട്സ് ഒന്നുമില്ല, ഭയങ്കര കുറച്ച് 2-3-4 പേര്. അവർക്ക് ആക്ച്വലി എന്നെ അറിയാം, ഞാൻ എങ്ങനെയാണെങ്കിലും അവർക്കറിയാം. ഇപ്പം ഞാൻ ഡൗൺ ആയിട്ടിരിക്കുവാണെങ്കിലും പറയേണ്ട ആവശ്യമില്ല, അവർക്കറിയാം അത്. അപ്പം അവർക്ക് എന്നെ ഇങ്ങനെ പുള്ളി ഇത് മുകളിലോട്ട് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പം ജീവിതത്തിൽ ഭയങ്കര കുറച്ച് പേരേ ഉള്ളൂ, പക്ഷേ ഉള്ളവർ ഭയങ്കര വാല്യൂ ആണ്. ഫസ്റ്റ് എൻ്റെ ഫാമിലി, പിന്നെ 2-3 ഫ്രണ്ട്സ്, അത്രേ ഉള്ളൂ. ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ നമുക്കൊരു ടോക്സിക് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടോ? അത് എങ്ങനെയാണ്, അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ എങ്ങനെയാണ് അവരെ മാനേജ് ചെയ്ത് പോകുന്നത്? എനിക്കിപ്പോൾ ബോയ് ഫ്രണ്ട്സ് ഒന്നുമില്ല. ബോയ് ഫ്രണ്ട് ഞാൻ റിലേഷൻഷിപ്പിലല്ല. ഉണ്ടെങ്കിലും ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ അറ്റ്മോസ്ഫിയറിൽ ഞാൻ നിൽക്കില്ല, അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ അതിൻ്റെ ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം ഉള്ള റിലേഷൻഷിപ്സൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് അത് സാധാ ഫ്രണ്ട്ഷിപ്സും ഫാമിലി ആ ഒരു സർക്കിളിലാണ് ഞാൻ ജീവിക്കുന്നത്. ഇപ്പം ഞാൻ ഒരു റിലേഷൻഷിപ്പിനെ പറ്റിയൊന്നും ചിന്തിക്കുന്നില്ല. അപ്കമിങ് ലീഡിങ് ക്യാരക്ടേഴ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഇന്നതാകണം, എൻ്റെ ലൈഫിൽ ഇന്നൊരു പാർട്ണർ ഇങ്ങനെ ആകണം എന്നൊരു കൺസെപ്റ്റ് ഉണ്ടായിരിക്കുമല്ലോ, അതെങ്ങനെയായിരിക്കും? എനിക്ക് അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കണം, കുറച്ച് ആക്റ്റീവ് ആൻഡ് എൻ്റർടൈൻമെൻ്റ് ആയിരിക്കണം. ഞാൻ കുറച്ച് ചില കാര്യങ്ങൾ വരുമ്പോൾ ഭയങ്കര ഡൗൺ ആൻഡ് സൈലൻ്റ് ആയി പോകുന്ന ഒരാളാണ്. അപ്പം ഓപ്പോസിറ്റ് വരുന്ന ആൾ
കുറച്ച് ഓവർ തിങ്കിങ് ഒക്കെ ഒന്നും ഇല്ലാത്ത കുറച്ച് ജിൽ ജിൽ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരാളാണെങ്കിൽ കുറച്ച് ഇതായിരിക്കും. പിന്നെ നല്ല അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കണം. ചാടൊന്നും വേണ്ട, സാധാ പോലെ നിന്നാ മതി. ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ പെട്ടെന്ന് ഡൗൺ ആവും. ഇപ്പം ആളും ഞാൻ ഡൗൺ ആവുന്ന കൂടെ പുള്ളിയും കൂടെ ഡൗൺ ആയി കഴിഞ്ഞാൽ എല്ലാം കൂടെ മൂകായിട്ട് അവിടെ ഇരിക്കുകയുള്ളൂ. അപ്പം ഞാൻ ഡൗൺ ആവുന്ന സമയത്ത് എന്നെ ഒന്ന് പുൾ ചെയ്ത് അല്ലെങ്കിൽ ആ കാര്യത്തിൽ നിന്ന് എന്നെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരാൾ. ഇപ്പം എനിക്ക് തന്നെ വരാൻ പറ്റും, പക്ഷെ ഓപ്പോസിറ്റ് ഉള്ള ഒരാളും കൂടെ നമ്മൾ മൂഡ് ഔട്ട് ആവുന്നത് കണ്ട് മൂഡ് ഔട്ട് ആയിട്ടിരിക്കാൻ പാടില്ലല്ലോ. അതിന് അങ്ങനെയൊക്കെ ഒരു അണ്ടർസ്റ്റാൻഡിങ്, പിന്നെ അഫ്കോഴ്സ് ലവിങ് ആയിരിക്കണം. അങ്ങനെ സാധാ മനുഷ്യനുള്ള ക്വാളിറ്റീസൊക്കെ. എൻ്റെ ക്യാരക്ടർ ഇതിൽ ഭയങ്കരമായിട്ട് ബെസ്റ്റ് ഫ്രണ്ടിനെ കെയർ ചെയ്യുന്ന ഒരാൾ. അയാൾ ലൈഫിൽ താഴേക്ക് പോകുമ്പോൾ അയാളെ തിരിച്ച് മുകളിലേക്ക് കൊണ്ടുവരാൻ നോക്കുന്ന ആൾ, ഡിപ്രഷനിൽ പോകുമ്പം അതിൻ്റെ കൂടെ ഡീൽ ചെയ്യുന്ന ഒരാളൊക്കെ ആയിട്ടാണ്. പക്ഷെ നമ്മൾ ഇതിൻ്റെ അകത്ത് ടീച്ചർ കാണുമ്പോഴത്തേക്ക് ഇത് ടോട്ടലി ഡിഫറെൻറ്റ് പാറ്റേൺ ആണ് കാണിക്കുന്നത്. ഒരു സൈക്കോപാത്ത് ഉള്ള ഒരു സാധനം പോലെയാണ് നമുക്ക് കൺവേ ആവുന്നത് സാധാ ഓഡിയൻസിന്. അപ്പോൾ പടം ശരിക്കും എന്താണ് എന്താണെന്ന് വെച്ചാൽ എന്നോട് ചോദിച്ചില്ല മാർക്കറ്റിങ്ങിന് എൻ്റെ ഒരു കീ ആണ് മാർക്കറ്റിംഗ്. ഞാൻ നിങ്ങളോട് ആരോടും എൻ്റെ ഒറിജിനൽ കഥ ഫുൾ മെയിൻ കീ ഞാൻ പറഞ്ഞിട്ടില്ല. അതെങ്ങനെയാണ് ഇതിനെ റൂട്ട് ചെയ്യുക പറഞ്ഞിട്ടില്ല. അത് ഞങ്ങളുടെ ഒരു ഈ ഡയറക്ഷൻ ടീമിൻ്റെ സ്ക്രിപ്റ്റ് ടീമിൻ്റെ ഒരു കീ ആണ്. അപ്പോൾ അത് പ്രേക്ഷകനാണ് കണ്ടിട്ട് എങ്ങനെ വേണമെങ്കിലും ഇതിനകത്ത് ആ ഒരു ഓപ്ഷൻസ് ഉണ്ട് നമുക്ക്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, നായികയാണോ വില്ലത്തി, നായകനാണോ വില്ലൻ എന്നുള്ള ഒരു ഡൗട്ട് പ്രഷർക്ക് ഉണ്ടാവും. ആ ഒരു ഇതുണ്ടാകും. അപ്പോൾ അത് പ്രേക്ഷകനാണ് തീരുമാനിക്കുന്ന രീതിയിലാണ് നമ്മൾ. പക്ഷേ എല്ലാത്തിനും അതിൻ്റെ ഉത്തരവുണ്ട്. പൂർണ്ണതയായിട്ട് സെക്കൻഡ് പാർട്ടിൽ നല്ല കാര്യങ്ങൾ കൊടുക്കുകയുള്ളൂ. പക്ഷേ ഇതിനകത്ത് നമ്മൾ ക്യാരക്ടർ ഇപ്പം നമ്മൾ ടീസർ ഇറങ്ങിയപ്പോൾ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഇത് ത്രില്ലറാണോ ഹൊററാണോ. ഇതിനകത്ത് ലവ് ഉണ്ട്, ത്രില്ലറുണ്ട്, ഹൊററൊക്കെ ഉണ്ടോ എന്ന് പ്രേക്ഷകനെ നമ്മളത് ഇതായിട്ട് കൊടുത്തിട്ടേക്കാണ്. പക്ഷേ ആ ആംബിയൻസിൽ വന്നേക്കുന്നത് പടത്തിൻ്റെ ആ ഒരു ത്രില്ലിങ് എലമെൻ്റാണ്. അപ്പം ഡീറ്റെയിലിങ് നല്ല രീതിയിൽ സ്ക്രിപ്റ്റ് നല്ല രീതിയിൽ തന്നെ അമൽ വർക്ക് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഡീറ്റെയിലിങ് ഡയറക്ഷൻ ടീം ഞങ്ങളെല്ലാവരും അത് കൃത്യമായിട്ട് അത് അവതരിപ്പിച്ചിട്ടുണ്ടെന്നാണ് എന്നെ കോൺഫിഡൻറ്റ് തന്നെയാണ്. അപ്പോൾ അതാണ് ആ ടീസർ എല്ലാവർക്കും ഒരു നിങ്ങൾക്ക് പോലും ക്യൂരിയോസിറ്റി കിടക്കുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ 27-ാം തീയതിയാണ് നമ്മുടെ കൂണ് റിലീസാകുന്നത്. അപ്പം എല്ലാവരും കൂണ് കാണണം തിയേറ്ററിൽ. കാരണം തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് പറയുന്നത് ഇതിനകത്ത് സൗണ്ടും അതിൻ്റെ ട്രീറ്റ്മെൻറ്റും ആണ്. മൊത്തത്തിൽ ഒരു സർവൈവൽ ഇപ്പോൾ വർത്തമാന കാലഘട്ടത്തിൽ ഈ സബ്ജക്റ്റിന് വളരെ പ്രസക്തി ഉള്ളതാണ്. അതുകൊണ്ടാണ് കാണണം എന്ന് ആവശ്യപ്പെടുന്നത്. തിയേറ്ററിൽ തന്നെ കാണണം. ബിഗ് സ്ക്രീനിൽ അതിൻ്റെ ഒരു സ്വീകാര്യത നിങ്ങളുടെ മനസ്സിൽ അതെങ്ങനെ അനുഭവപ്പെട്ടു എന്നൊരു അഭിപ്രായം കൂടെ ഞങ്ങൾക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ അത് കണ്ട് നല്ലതോ ചീത്തയോ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുക. അത് പുതിയ ഒരു മേക്കേഴ്സിന് അല്ലെങ്കിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിച്ച് സിനിമ ആഗ്രഹമായിട്ട് നടക്കുന്ന ഒരുപാട് പേർക്ക് വളരെ പ്രചോദനമാവും. കൃത്യമായിട്ട് എല്ലാവരെയും ഈ സിനിമയിലേക്ക് ഇന്ന പോലെ 27-ാം തീയതി തിയേറ്ററിലേക്ക് സ്വാഗതം ചെയ്തു. എല്ലാവരും 27-ാം തീയതി കൂന്ന് പറഞ്ഞ ഫിലിം വന്ന് കാണണം, സപ്പോർട്ട് ചെയ്യണം. നല്ലൊരു ഫിലിമാണ്. ഏത് ഏജ് കാറ്റഗറിയിലുള്ള ആൾക്ക് വന്ന് കണ്ടാലും ഇഷ്ടപ്പെടുന്ന ഒരു കണ്ടൻ്റാണ്. എല്ലാവരും വരണം, സപ്പോർട്ട് ചെയ്യണം. അത് നമ്മൾ ആദ്യം OTT ആയിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ OTT പ്ലാൻ ചെയ്ത് OTT പറഞ്ഞു എന്നോട് സെൻസർ ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ സെൻസർ ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് കണ്ടൻറ്റ് A സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയത്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്യാനോ അല്ലെങ്കിൽ മാസ്ക് ചെയ്യാനോ നമുക്ക് ബുദ്ധിമുട്ടാണ് പലതും. അപ്പോൾ അത് കണ്ടൻ്റാണ്. പക്ഷേ ഇതൊരു ശുദ്ധ പടമാണ്. അത് ഒരു ഫാമിലിയിൽ ഒരു കുട്ടിക്കും അച്ഛനും ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു പടമാണ്. പക്ഷേ ഇതിനകത്ത് തെറി വാക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു മൈനസ് ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ഏജ് ലിമിറ്റ് 18 വയസ്സിന് മേലുള്ള ഒരു ഫാമിലിക്ക് കാണാൻ പറ്റുന്ന പ്രോജക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് ഞങ്ങൾ അതൊരു നെഗറ്റീവ് ഇതായിട്ട് ഞങ്ങൾ കാണുന്നില്ല, ഒരു പോസിറ്റീവായിട്ട് തന്നെയാണ് എടുക്കുന്നത്. ത്രില്ലറാണ്. ഓക്കെ.